കാസർഗോഡ് തൃക്കരിപ്പൂർ നിയോജക മണ്ഡലം സീറ്റ് ജോസഫ് വിഭാഗം കോൺഗ്രസിന് വിട്ടു നൽകിയതോടെ കെപിസിസി സെക്രട്ടറി ബാലകൃഷ്ണൻ പെരിയ തൃക്കരിപ്പൂരിൽ യുഡിഎഫ് സ്ഥാനാർത്ഥിയാകുമെന്ന് സൂചനകൾ. സമുദായ സമവാക്യങ്ങൾ ഉൾപ്പെടെ പരിഗണിച്ചതിന്റെ അടിസ്ഥാനത്തിൽ വൈകിയ വേളയിലാണ് ബാലകൃഷ്ണന്റെ പേര് തൃക്കരിപ്പൂരിലെ സ്ഥാനാർത്ഥി പട്ടികയിൽ ഇടം നേടിയത്. എഐസിസി ജനറൽ സെക്രട്ടറി കെ.സി. വേണുഗോപാൽ, രാജ്മോഹൻ ഉണ്ണിത്താൻ MP എന്നിവർ ഉൾപ്പെട്ട ഉന്നത നേതൃത്വത്തിന്റെ പിന്തുണയോടെയാണ് ബാലകൃഷ്ണൻ തൃക്കരിപ്പൂരിൽ സ്ഥാനാർത്ഥിയാകുന്നത്. കാസർഗോഡ് DCC പ്രസിഡന്റ് PK ഫൈസൽ, സേവാദൾ സംസ്ഥാന ചെയർമാൻ രമേശൻ കരുവാച്ചേരി, DCC വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് KK രാജേന്ദ്രൻ എന്നീ നേതാക്കളുടെ പേരുകളെ മറികടന്നുകൊണ്ട് KPCC സെക്രട്ടറി ബാലകൃഷ്ണൻ പെരിയ തൃക്കരിപ്പൂർ നിയോജക മണ്ഡലത്തിൽ UDF സ്ഥാനാർത്ഥിയാകുമെന്ന ശക്തമായ സൂചനകളാണ് പുറത്തുവരുന്നത്. AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ MPയുമായുള്ള ബാലകൃഷ്ണന്റെ അടുത്ത ബന്ധങ്ങളും രാജ്മോഹൻ ഉണ്ണിത്താൻ MPയുടെ ആശീർവാദങ്ങളും KPCC ഉന്നത നേതൃത്വത്തിന്റെ പിന്തുണയും തൃക്കരിപ്പൂരിലെ സ്ഥാനാർത്ഥി പട്ടികയിൽ ബാലകൃഷ്ണൻ പെരിയ ഇടം നേടുന്നതിന് വഴിയൊരുക്കുകയായിരുന്നു. തൃക്കരിപ്പൂർ നിയോജക മണ്ഡലത്തിലെ താമസക്കാരായ DCC പ്രസിഡന്റും സേവാദൾ ചെയർമാനും ഉൾപ്പെടുന്ന നേതാക്കളെ പരിഗണിക്കാതെ ബാലകൃഷ്ണൻ പെരിയ സ്ഥാനാർത്ഥിയാകുമെന്നത് 90% ഉറപ്പായി കഴിഞ്ഞെന്നാണ് കോൺഗ്രസിനകത്തെ അണിയറ സംസാരങ്ങൾ. മണ്ഡലത്തിലെ സമുദായ സമവാക്യങ്ങൾ കൂടി പരിഗണിച്ചപ്പോൾ 38% തീയ സമുദായക്കാരുള്ള തൃക്കരിപ്പൂരിൽ KPCC സെക്രട്ടറിയായ ബാലകൃഷ്ണൻ പെരിയ മത്സരിക്കണമെന്ന പല കോണുകളിൽ നിന്നുള്ള ആവശ്യങ്ങളും പരിഗണിക്കപ്പെടുകയുണ്ടായി. എന്നാൽ അതേസമയം തൃക്കരിപ്പൂർ സ്വദേശിയും തീയ വിഭാഗക്കാരനുമായ സേവാദൾ ചെയർമാന്റെ പേര് നേരത്തെ തന്നെ സ്ഥാനാർത്ഥി പട്ടികയിൽ ഉണ്ടെന്ന കാര്യം ഒരു വിഭാഗം ചൂണ്ടിക്കാട്ടുന്നു. അമൃത ന്യൂസ്, കാസർഗോഡ്.